ഹലോ, നമ്മൾ നേരത്തെ കേര കഴുകി വെച്ചില്ലേ, അതിനെ നമുക്ക് കറി വയ്ക്കാം. ഇന്ന് കേരക്കറി മുളകിട്ട് കറി വയ്ക്കുവാണേ. നോക്കാം, ബാ. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ഒരുപാടൊന്നും ഒഴിക്കണ്ട. ഇപ്പം എന്താ വെളിച്ചെണ്ണയ്ക്ക് വില അല്ലേ? ഓ, അന്യായ വിലയാണ് വെളിച്ചെണ്ണയ്ക്ക്. ഉലുവ എടുക്കട്ടെ. ഇത് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങളെ കൂടി കാണിച്ചു തരുന്നു. ഇതിലിപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതാ സവോള, വേപ്പില, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഉള്ളി വഴന്ന് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ആദ്യമേ തൊട്ട് വഴാൻ തുടങ്ങി അതിങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ തീരെ ഇളകിപ്പോകും. അപ്പോൾ അത് കാരണം ഒരു 3/4 ഭാഗത്തോളം ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പച്ചമുളക് ഇട്ടത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി. ഞങ്ങളിവിടെ എരിവ് കുറച്ച് മതി, അത് കാരണം കാശ്മീരിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ സമയത്തൊക്കെ രണ്ടും കൂടി എടുക്കും. സാധാ മുളക് പൊടിയും ഇത്തിരി ചേർക്കും. ആരെങ്കിലുമൊക്കെ വരികയൊക്കെ ചെയ്യണമെങ്കിൽ, എരിവൊക്കെ വേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ. പൊടിയിട്ട് ഇതാ മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടു. ഏകദേശം നന്നായിട്ടിങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. പുളി ആദ്യമേ ഇട്ടായിരുന്നു കേട്ടോ. പുളി ഇട്ടിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിളച്ച് വറ്റി ഒക്കെ ആക്കി ഇന്ന് പുളിയൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട്. അപ്പം ഇന്ന് രാത്രിയിൽ ഫുഡിന് മീൻകറിയാണ്, കേരക്കറിയാണ്. നമുക്ക് ഉണ്ടാക്കിയിട്ട് എന്തായാലും ഇന്ന് രാത്രി ഫുഡിനൊന്നും ഉച്ചയ്ക്ക് എന്തായാലും മീൻ കിട്ടിയോ എന്നൊക്കെ പറയണം കേട്ടോ. അടുത്ത ദിവസം കാണാം. ബൈ.